ഗൈസ് അങ്ങനെ ഫ്രീ ഫയർ മാക്സിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാഗ് ഫിക്സിംഗ് കോൺഫിഗ് ഫയലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ചങ്ക് മച്ചാന്മാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പണ്ടത്തെ കോൺഫിഗ് ഫയലൊക്കെ ഇപ്പോൾ എക്സ്പയർ ആയി പോയി, പുതിയ ലാഗ് ഫിക്സിംഗ് കോൺഫിഗ് ഫയലിൻ്റെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറേ മച്ചാന്മാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ഫയലുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഷുവറായിട്ട് ലാഗും കാര്യമൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലാണ്. അതേപോലെ തന്നെ ഇത് ആൻറ്റി ബാൻ ആണ്, 100% സേഫ് ആൻഡ് ആൻറ്റി ബാൻ ആയിട്ടുള്ള ഒരു കോൺഫിഗ് ഫയലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് അപ്ലൈ ചെയ്താൽ നമ്മുടെ ലാഗിങ്, ഓട്ടോ ബാക്ക്, ഹീറ്റിംഗ് പ്രോബ്ലം, ചില ഡിവൈസിൽ ഭയങ്കരമായിട്ട് ഹീറ്റിങ്ങും കാര്യമൊക്കെ ഉണ്ടാവും. ആ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഫയൽ കൊണ്ട് ഫിക്സ് ആയി കിട്ടും. അതുപോലെ തന്നെ ലോ എൻഡ് ഡിവൈസിൽ വേറെയും കുറേ തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാം ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ പിങ് പ്രോബ്ലംസ് ഉണ്ട്, വേറെയും ഫ്രീസിങ് ഉണ്ട്, അങ്ങനെ കുറേ തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ ലോ എൻഡ് ഡിവൈസിൽ ഉണ്ടാവാറുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഒറ്റ ഫയൽ കൊണ്ട് ഫിക്സ് ആയി കിട്ടുന്നതാണ്. ഈ വീഡിയോയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫേക്ക് ഐ ഡി വെച്ചിട്ട് ലോഗിനും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മെയിൻ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ വേറെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് ഫോളോവേഴ്സ് മാത്രമല്ല, ലൈക്ക് ഉണ്ട്, കമൻറ്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, വ്യൂസ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആഡ് ചെയ്ത് കാണിച്ചു തരും. ഞാനിപ്പോൾ ഇവിടെ 50 ഫോളോവേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം, എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് 55 ഫോളോവേഴ്സ് ആഡായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൂളിൻ്റെ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇനി കോൺഫിഗ് ഫയലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫയലും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചില ആൾക്കാർ വീഡിയോസ് ഒന്നും കാണാതെ പാസ്വേഡ് ഇല്ല, ഇതില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ട് കുറേ ആൾക്കാർ കമൻറ്റും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഞാൻ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്നല്ല ഞാൻ വീഡിയോസും കാര്യമൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്ന 10 ആൾക്കാർ, എൻ്റെ ഫയൽ യൂസ്ഫുൾ ആവുന്ന ഏതെങ്കിലും 10 ആൾക്കാരുണ്ടെങ്കിൽ മതി, ഞാൻ അവർക്ക് വേണ്ടിയിട്ട് വീഡിയോസും കാര്യമൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിർത്തിപ്പോ, മതിയാക്കി പോ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ മൈൻഡാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഫയൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഫയൽ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സും കാര്യമൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വീഡിയോയിൽ പാസ്വേഡ് തന്നിട്ടുണ്ട്. ഫയൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറയും. ആ ഒരു പാസ്വേഡ് ഈ ഒരു വീഡിയോയിൽ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പാസ്വേഡ് തരാറുണ്ട്. അപ്പോൾ പാസ്വേഡ് തന്നിട്ടില്ല എന്ന് ആരും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ വീഡിയോസിലും ഞാൻ പാസ്വേഡ് തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രോബ്ലമാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പാസ്വേഡ് കിട്ടാത്തത്. അല്ലാതെ ഞാൻ പാസ്വേഡ് തരാത്തതെന്നല്ല, എല്ലാ വീഡിയോസിലും ഞാൻ പാസ്വേഡ് തരാറുണ്ട്. ഇനി ഫയൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് zarchiver ഓപ്പൺ ചെയ്യാം. zarchiver ഓപ്പൺ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയലും കാര്യമൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഏത് ഫയലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത് അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എക്സ്ട്രാക്ട് ചെയ്തിട്ടാകുമ്പോൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ട് വരും. ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കിയിട്ടാകുമ്പോൾ ഇവിടെ നമുക്ക് com.dts.freefire.th എന്ന് പറയുന്ന ഫോൾഡർ കാണാൻ സാധിക്കും. അത് സിമ്പിളായിട്ട് കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്യുക. എന്നിട്ട് ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ വന്നതിന് ശേഷം സിമ്പിളായിട്ട് ഇവിടെ പേസ്റ്റ് അടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇവിടെ ചില സമയത്ത് നിങ്ങളുടെ റീപ്ലേസ് ചെയ്യാനൊക്കെ പറയും. അപ്പോൾ അതൊക്കെ അപ്ലൈ ടു ഓൾ ക്ലിക്ക് ചെയ്ത് റീപ്ലേസ് അടിച്ച് കൊടുത്താൽ മതി.